ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് വാട്ട് ഈസ് ക്ലൗഡ് ബ്രസ്റ്റ്, എന്താണ് മേഘവിസ്ഫോടനം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. മേഘവിസ്ഫോടനം ഒരു പ്രദേശത്ത് അതിശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ, അതിതീവ്ര മഴ ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് മേഘവിസ്ഫോടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മണിക്കൂറിൽ ആ ഒരു പ്രദേശത്ത് 100 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുകയാണെങ്കിൽ അതിനെ മേഘവിസ്ഫോടനമായിട്ട് കണക്കാക്കാം. ഇങ്ങനെ സംഭവിക്കുന്ന മഴയ്ക്ക് അതിശക്തമായ കാറ്റും പിന്നെ അതിശക്തമായ ഇടിമുഴക്കത്തോടും കൂടിയായിരിക്കും ഈ മഴ പെയ്തിറങ്ങുക. അത് ആ ഒരു പ്രദേശത്തെ മൊത്തം പ്രളയത്തിലാവുകയും ആ ഒരു പ്രദേശത്തെ മൊത്തം വെള്ളപ്പൊക്കത്തിലാക്കുകയും പ്രളയത്തിലാക്കുകയും ചെയ്യും. ഇതിനെയാണ് മേഘവിസ്ഫോടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേഘവിസ്ഫോടനത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, അതായത് ഇന്ത്യയിലെ ചരിത്രം നോക്കുമ്പോൾ 1908 ആദ്യത്തെ മേഘവിസ്ഫോടനം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 1908 മൂസി നദിക്ക് സമീപമുണ്ടായ മേഘവിസ്ഫോടനത്തിന് നദിയിലെ വെള്ളം വല്ലാതെ ഉയരുകയും ഏകദേശം 15,000-ഓളം ആളുകളന്ന് മരിച്ചുവെന്നാണ് കണക്ക് 1908. പിന്നീട് 1970 ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും ഏകദേശം 15ഓളം ആളുകൾ മരിച്ചുവെന്നാണ് പറയുന്നത് 1970. പിന്നീട് 1997 ഹിമാചൽ പ്രദേശിലെ ഷിംലയ്ക്ക് സമീപം മേഘവിസ്ഫോടനം ഉണ്ടാവുകയും വൻ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത വർഷം 1998 ഇവിടെ ഉത്തരാഖണ്ഡിൽ തന്നെ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അളകനന്ദ നദിക്ക് സമീപം മേഘവിസ്ഫോടനം ഉണ്ടാകുകയും 250ഓളം ആളുകൾ കാണാതാവുകയും 60 തീർത്ഥാടകരെ കാണാതാവുകയും ചെയ്തുവെന്നാണ് പറയുന്നത് എന്നാണ് കണക്ക് 1998. പിന്നീട് 2003 വീണ്ടും ഹിമാചൽ പ്രദേശിൽ തന്നെ മേഘവിസ്ഫോടനം ഉണ്ടാകുകയും വൻ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം 2004 ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദിയിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടാവുകയും വൻ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് 2012 ഉത്തരാകാശിയിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് 2012 നമ്മുടെ കേരളത്തിലെ കോഴിക്കോടിലെ പുല്ലൂരാമ്പാറയിൽ ഉണ്ടായ മഴ മേഘവിസ്ഫോടനമായിട്ടാണ് കണക്കാക്കുന്നത്. വൻ നാശനഷ്ടം ഉണ്ടായതാണ്, ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചതാണ്. പിന്നീട് 2021 ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം കാരണം വൻ പ്രളയം ഉണ്ടാവുകയും നിരവധി ആളുകൾ മരിച്ചു വീഴുകയും ചെയ്തു. 2021 മേഘവിസ്ഫോടനം, അതായത് ഒരു പ്രദേശത്ത് ലഭിക്കുന്ന അതിശക്തമായ മഴ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന അതിശക്തമായ അതിതീവ്ര മഴയാണ് മേഘവിസ്ഫോടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.